ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലക്ഷക്കണക്കിന് ജോലികൾ ഇല്ലാതാക്കും. മനുഷ്യരെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ AI വർക്ക് ചെയ്യാനാവുന്നതുകൊണ്ട് തന്നെ ലോകത്തെ 40% ജോലികളും AI ഓട്ടോമേഷൻ റീപ്ലേസ് ചെയ്യും. AI രൂക്ഷമായി ബാധിക്കുന്ന 15 തൊഴിൽ മേഖലകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മനുഷ്യ സമൂഹം വളർന്നത് ടെക്നോളജിയുടെ കൈപിടിച്ചുകൊണ്ടാണ്. ചക്രങ്ങൾ, അച്ചടിയന്ത്രം, ഇലക്ട്രിസിറ്റി, മെഷീനറികൾ, ഇൻ്റർനെറ്റ്, അങ്ങനെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ. ഓരോ വിപ്ലവവും കടന്നു വന്നത് അതുവരെ ഉണ്ടായിരുന്ന ജീവിതശൈലിയെ ആശങ്കപ്പെടുത്തുകയും തകിടം മറിച്ചും കൊണ്ടാണ്. പക്ഷേ കാലക്രമേണ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും അതില്ലാതെ ഒരു ജീവിതം ആലോചിക്കാൻ പോലും പറ്റില്ല എന്ന അവസ്ഥയിലും എത്തിച്ചേരും. ഇപ്പോൾ തന്നെ കറണ്ട് ഇല്ലാത്ത, വാഹനങ്ങളില്ലാത്ത, മൊബൈൽ ഫോണില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊന്നുമില്ലെങ്കിലും ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞാൽ പോലും പരോക്ഷമായി ഇത്തരം ടെക്നോളജിയുടെ സഹായം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ട് എന്നതാണ് സത്യം. നമ്പർ 1, കൃഷി. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചെറുകിട മെഷീനുകളെ എത്തിയിട്ടുള്ളൂ എങ്കിലും പഴുത്ത ആപ്പിൾ മാത്രം തിരഞ്ഞെടുത്ത് പറിക്കുന്ന മെഷീൻ, ഹെക്ടർ കണക്കിനുള്ള പാടങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് കൊയ്തെടുക്കുന്ന മെഷീൻ എല്ലാം നിങ്ങൾ യൂട്യൂബിലും റീൽസിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. ചെറുകിട കൃഷി സമൂഹത്തെ ഒരു മാസ് ഇൻഡസ്ട്രിയാക്കി മാറ്റിയത് ഈ ടെക്നോളജിയാണ്. നമ്മൾ കണ്ടില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ മുന്നിലെത്തുന്ന പല വിഭവങ്ങളും ഇത്തരം ഹൈടെക് കൃഷിയിലൂടെ ഉണ്ടാക്കിയതാണ്. ഒരു മെഷീൻ 10-30 പേരുടെ ജോലി വളരെ കൃത്യമായി എത്ര നേരം വേണമെങ്കിലും ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന ജോലി സാധ്യത എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇത് ഇപ്പോൾ നിലവിലുള്ള കാര്യമാണ്. ഇതിനോടൊപ്പം AI കൂടി ചേർന്നാലോ? വിത്ത് സെലക്ട് ചെയ്യുന്നത് മുതൽ കാലാവസ്ഥ പ്രവചനം വരെ ഇപ്പോൾ AIക്ക് സാധ്യമായ കാര്യങ്ങളാണ്. നമ്പർ 2, ഡ്രൈവേഴ്സ്. സെൽഫ് ഡ്രൈവിംഗ് കാറുകളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതങ്ങ് അമേരിക്കയിലോ ജപ്പാനിലോ നടക്കുന്ന കാര്യമല്ലേ എന്ന് ചിന്തിക്കാൻ വരട്ടെ. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ AI ഓട്ടോമേഷൻ എത്തും എന്നത് തീർച്ചയായ കാര്യമാണ്. ഇതിലെ ഹൈ പവർ സെൻസറുകളും AI ബുദ്ധിയും ചേരുമ്പോൾ റോഡുകൾ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നത് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. മറ്റു വാഹനങ്ങളുടെ സ്പീഡും അകലവും കൃത്യമായി തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ട് അപകടങ്ങളും കുറവായിരിക്കും. സെൽഫ് ഡ്രൈവിംഗ് കാറുകളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയാം. നമ്പർ 3, കോഡേഴ്സ്. സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, കോഡേഴ്സ് എല്ലാം നമ്മുടെ ഹൈ പ്രൊഫൈൽ ജോലികളാണ്. ഒരു 20 വർഷത്തിന് മുൻപേ ചിന്തിച്ചാൽ IT എന്നത് എല്ലാ വിദ്യാർത്ഥികളുടെയും സ്വപ്നഭൂമിയായിരുന്നു. പക്ഷേ ഇനി കാലം മാറാൻ പോവുകയാണ്. ഒരുപാട് ആളുകൾ ദിവസങ്ങളോ മാസങ്ങളോ എടുത്ത് ചെയ്യുന്ന പ്രൊജക്റ്റ് നിമിഷ നേരം കൊണ്ട് ചെയ്തു തീർക്കുമെന്ന് ChatGPT പോലുള്ള AI ബോട്ടുകൾ തെളിയിച്ചു കഴിഞ്ഞു. എല്ലാവരുടെയും ജോലി പോവും എന്നല്ല, പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ സൂപ്പർവിഷൻ മാത്രം മതിയെങ്കിൽ എത്ര പേരുടെ ജോലിയെ അത് ബാധിക്കുമെന്ന് ചിന്തിച്ചാൽ മതി. നമ്പർ 4, ജേർണലിസം. സമൂഹത്തെ അപ്ഡേറ്റ് ആക്കുക, കൃത്യമായ കാര്യങ്ങൾ അറിയിക്കുക എന്നതിൽ ജേർണലിസത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ജേർണലിസം ബിസിനസ് ലെവലിലേക്ക് വളർന്നപ്പോൾ അതിൻ്റെ എത്തിക്സ് പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ്. എന്നിരുന്നാലും നമ്മുടെ ഡെയിലി ലൈഫിൽ വാർത്തകൾക്ക് ഇന്നും മുഖ്യസ്ഥാനമുണ്ട്. എന്നാൽ ഒരു പുതിയ കണ്ടൻറ്റ് കൊടുക്കുമ്പോൾ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളുടെ എല്ലാം ഡാറ്റാബേസുള്ള ഒരു സിസ്റ്റത്തിന് മനുഷ്യനേക്കാൾ കൃത്യമായി കാര്യങ്ങൾ ഓർത്തെടുക്കാനും ചാർട്ട് ചെയ്യാനും അതൊരു ന്യൂസ് റിപ്പോർട്ടോ ആർട്ടിക്കിളോ ആക്കി മാറ്റാൻ നിമിഷനേരം മതി. കണ്ടൻറ് റൈറ്റർ, സബ് എഡിറ്റേഴ്സ്, പ്രൂഫ് റീഡേഴ്സ്, അങ്ങനെ ജേർണലിസം മേഖലയിൽ ഒരുപാട് പൊസിഷനുകൾ AI ഭീഷണിയിലാണ്. നമ്പർ 5, ലീഗൽ പ്രൊഫഷണൽസ്. ഒരു കേസ് വന്നാൽ നമുക്ക് കോടതിയെയും വക്കീലിനെയും ആശ്രയിക്കാതെ തരമില്ല. കാരണം ആർട്ടിക്കിൾ, ക്ലോസ്, സബ്സെക്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 10 തവണ വായിച്ചാൽ പോലും മനസ്സിലാകാത്ത രീതിയിലാണ് ഇതൊക്കെ എഴുതി വെച്ചതും. അപ്പോൾ ഒരു ലീഗൽ അഡ്വൈസർ എന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. എന്നാൽ AI അസിസ്റ്റൻ്റ് വരുമ്പോഴോ ലോകത്തെ സകല കേസുകളും നിയമാവലികളും പഠിച്ച നമ്മുടെ സംശയങ്ങൾക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ കൃത്യമായി മറുപടി തരുന്ന ഒരു ലീഗൽ അസിസ്റ്റൻറ്റ്. കോടതികളിൽ ലീഗൽ ഡോക്യുമെൻറ്റ്സ് കൈകാര്യം ചെയ്യാൻ AI എത്തുന്ന കാലം വിദൂരമല്ല. നമ്പർ 6, മാർക്കറ്റ് റിസർച്ച് അനലിസ്റ്റ്. ലേറ്റസ്റ്റ് മാർക്കറ്റ് ട്രെൻഡുകൾ, സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങിയ വളരെ കോംപ്ലിക്കേറ്റഡായ ഇത്തരം ഡാറ്റകൾ പൂ പറിക്കുന്ന ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഇതിനകം AI തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിലവിലെ ഡാറ്റ അനലൈസ് ചെയ്യുക മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ട്രെൻഡുകൾ പ്രവചിക്കാൻ പോലും സാധ്യമായ ബുദ്ധിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പോൾ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെ പല കാര്യങ്ങളും ചെയ്യുന്നത് AIയുടെ സഹായത്താലാണ്. നമ്പർ 7, ടീച്ചേഴ്സ്. ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി തന്നെ അറിവുകളുടെ വാതായനം മലർക്കെ തുറന്നതാണ്. ഏതെങ്കിലും വിഷയത്തെപ്പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. എല്ലാം ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. നമ്മൾ തിരഞ്ഞെടുത്ത് പഠിക്കണം എന്നത് മാത്രം. എന്നാൽ ക്ലാസ് റൂമിലും AI പവർ എത്തിയാലോ? ഭാഷ കൈകാര്യം ചെയ്യുന്നതിലും കഥ, കവിത പോലെ ക്രിയേറ്റീവ് മേഖലയിൽ പോലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഈ AI ബോട്ടുകൾക്ക് വളരെ പേഴ്സണലൈസ്ഡ് ടീച്ചിങ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനാവും. കുട്ടികളുടെ മൈൻഡ് സെറ്റ്, ആരോഗ്യനില എന്നിവയെപ്പറ്റി അപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റങ്ങൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. നമ്പർ 8, അക്കൗണ്ടൻസ്.
ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിംഗ്, ബാലൻസ് ഷീറ്റ് ഇതൊക്കെ ഒരു AI ബോട്ടിന് ചെയ്യാൻ പറ്റുമോ? സത്യത്തിൽ ഇതൊരു ചോദ്യം പോലുമല്ല. കാരണം ഓട്ടോമേറ്റഡ് കാൽക്കുലേഷനും ഡാറ്റ അനാലിസിസും എത്ര ഗംഭീരമായി ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. മൈക്രോസോഫ്റ്റിൻ്റെ കോപൈലറ്റ്, ഗൂഗിൾ വർക്ക് സ്പേസ് ഇതെല്ലാം ഓഫീസ് ഓട്ടോമേഷൻ രംഗത്ത് അവിശ്വസനീയമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ആളുകൾ നിരന്നിരുന്ന് ജോലി ചെയ്യുന്ന ഓഫീസ് കാഴ്ചകൾ ഇനി സിനിമകൾ മാത്രമാവും. നമ്പർ 9, കസ്റ്റമർ സർവീസ് ഏജൻറ്റ്. ഏതെങ്കിലും ആവശ്യത്തിന് കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചാൽ ഒന്നുകിൽ 10 തവണ വിളിക്കണം, അല്ലെങ്കിൽ 1 അമർത്തുക 3 അമർത്തുക എന്നൊക്കെ ചെയ്ത് കുറേ നേരം പാട്ടും കേട്ടിയിരിക്കണം. എന്നാൽ ഏത് സമയത്തും നിമിഷ നേരം കൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന സിസ്റ്റമാണെങ്കിലോ? അതുതന്നെയാണ് AI കസ്റ്റമർ കെയർ സർവീസ് ബോട്ടുകൾ. ഏത് ഭാഷയിലും ഏത് ചോദ്യങ്ങൾക്കും മണിയായി ഉത്തരം പറയുമ്പോൾ ഒരു വലിയ തൊഴിൽ മേഖല തന്നെയാണ് ഇവിടെ ചോദ്യചിഹ്നമായി മാറുന്നത്. നമ്പർ 10, വാൾ സ്ട്രീറ്റ് ട്രേഡേഴ്സ്. ഓഹരി വിപണി എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയേണ്ടതില്ലല്ലോ. 1% എന്ന് പറയുന്നത് പോലും ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ പോലും ബാധിക്കുന്ന തീരുമാനങ്ങളായിരിക്കും. ഓരോ സെക്കൻഡിലും മാറിമറിയുന്ന ഷെയർ മാർക്കറ്റുകളിൽ അതിബുദ്ധിശാലിയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും പ്രവചനങ്ങളും നടത്തുമ്പോൾ ഇതുവരെയുള്ള എല്ലാ സിസ്റ്റത്തെയും മാറ്റിമറിച്ചുകൊണ്ടുള്ള മാറ്റങ്ങളായിരിക്കും ഈ മേഖലയിൽ സംഭവിക്കുന്നത്. നമ്പർ 11, നിർമ്മാണ തൊഴിൽ മേഖല. BMW, ടാറ്റയുടെയൊക്കെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഓട്ടോമേഷൻ്റെ പവർ. ഒരറ്റത്ത് റോ മെറ്റീരിയൽ കൊടുത്താൽ ഇങ്ങേയറ്റത്ത് കാറായി വരുന്ന കാഴ്ച. ഇതിനിടയിൽ വളരെ കുറച്ച് മനുഷ്യർ മാത്രമേ ഇപ്പോൾ തന്നെ നിലവിലുള്ളൂ. AIയുടെ വരവ് 2ാം വ്യവസായ വിപ്ലവത്തിന് തുടക്കമാണെന്ന് റിസർച്ച് അനലിസ്റ്റുകൾ തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട്. നോക്കുകൂലി പോയിട്ട് അങ്ങോട്ട് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഈ മേഖല കടന്നു ചെല്ലുന്നത്. നമ്പർ 12, ട്രാൻസ്ലേറ്റർ. ഏത് നാട്ടിലെത്തിയാലും അവിടുത്തെ ഭാഷ പഠിക്കാൻ മലയാളികൾ പണ്ടേ മിടുക്കരാണ്. എന്നാൽ ഏത് ഭാഷയും ലൈവായി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ AIക്ക് സാധിക്കുമ്പോൾ ഭാഷയുടെ അതിർവരമ്പുകൾ ഇല്ലാതാവുകയാണ്. നമുക്കറിയാവുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭാഷയിൽ സംസാരിക്കാനും കേൾക്കാനും പറ്റുന്ന കിണാശേരിയാണ് AI വിഭാവനം ചെയ്യുന്നത്. നമ്പർ 13, മെഡിക്കൽ ഡയഗ്നോസിസ്. AI ആയുസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. കാരണം എന്താണ് രോഗം, ഏതാണ് സ്റ്റേജ് എന്ന് കൃത്യമായി റിപ്പോർട്ട് നൽകാൻ ഇപ്പോൾ സാധിക്കും. കീഹോൾ ഓപ്പറേഷൻ അല്ലെങ്കിൽ നമ്മുടെ രക്തകോശത്തോളം ചെറിയ നാനോ ബോട്ടുകൾ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എക്സ്റേയോ സ്കാനിംഗ് റിപ്പോർട്ടോ സമർത്ഥമായി അനലൈസ് ചെയ്യാൻ ഇപ്പോൾ AIക്ക് സാധിക്കും. വർഷങ്ങൾ പരിചയസമ്പത്തുള്ള അതിപ്രഗത്ഭനായ ഒരു ഡോക്ടർക്കൊപ്പമാണ് ഇപ്പോൾ AI റോബോട്ടുകളുടെ സ്ഥാനം. നമ്പർ 14, ഡാറ്റ എൻട്രി ക്ലർക്ക്. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പോലത്തെ ഡാറ്റ എൻട്രി ജോലികൾ ഒരുപാട് പേർക്ക് തൊഴിൽ നൽകിയ മേഖലയാണ്. നമ്മുടെ നാട്ടിൽ ഡിജിറ്റലൈസേഷൻ പോലും ഇപ്പോൾ കൃത്യമായി നടപ്പിലാക്കാൻ പറ്റാത്തത് ഈ ഡാറ്റ എൻട്രി പ്രോസസ്സിങ്ങിലെ കോംപ്ലിക്കേഷൻ കാരണമാണ്. എന്നാൽ ഇപ്പോൾ മണിക്കൂറുകൾ നീളുന്ന ഓൺലൈൻ മീറ്റിങ്ങുകൾ പോലും കടുകിട വ്യത്യാസമില്ലാതെ റിപ്പോർട്ട് എഴുതി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ AIക്ക് സാധിക്കും. പുസ്തകങ്ങളും ഡാറ്റകളും സ്കാൻ ചെയ്തു കൊടുക്കേണ്ട പണിയേ ഇനി നമുക്കുള്ളൂ. നമ്പർ 15, കാഷ്യർ. ഒരു സാധനം വാങ്ങിയാൽ ഗൂഗിൾ പേ ചെയ്യുന്നത് ഇപ്പോൾ സർവ്വസാധാരണമാണ്. ബാക്കി കാശിനോ ചില്ലറയ്ക്കോ ബുദ്ധിമുട്ടേണ്ടതില്ല. ഓട്ടോമേറ്റഡ് ചെക്കൗട്ട് പോയിൻറ്റുകൾ, ഡിജിറ്റൽ പേയ്മെൻറ്റ്, ഇൻറ്ററാക്റ്റീവ് ഷോപ്പിംഗ് ആപ്പുകൾ ഇതെല്ലാം നയിക്കുന്നത് യഥാർത്ഥ മനുഷ്യമുഖങ്ങൾ കാണാനില്ലാത്ത ഷോപ്പിംഗ് മാളുകളിലേക്കാണ്. AI എല്ലാ ജോലികളും ഇല്ലാതാക്കും എന്നല്ല പറഞ്ഞു വരുന്നത്. 10 പേർ ചെയ്യേണ്ട ജോലി ഒരാൾ ചെയ്യുമ്പോൾ 9 പേർക്ക് തൊഴിൽ നഷ്ടപ്പെടും. അപ്പോൾ നിലനിൽക്കുന്ന തൊഴിൽ ആരുടേതായിരിക്കും? അതെ, AI ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾ. നമ്മൾ എത്ര തന്നെ സമരം ചെയ്താലും ടെക്നോളജി വളരുക തന്നെ ചെയ്യും. നേരത്തെ അത് കണ്ട് മനസ്സിലാക്കി അത് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം AI ഒരു വെല്ലുവിളിയും അല്ല എന്നതാണ് സത്യം. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളിൽ ചിലരെങ്കിലും അത്ഭുതപ്പെടുന്നുണ്ടാവും. ഇതൊക്കെ നടക്കുമോ എന്ന് ആലോചിക്കുന്നുണ്ടാവും. ഒരു തരത്തിൽ സത്യവുമാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെത്താൻ ഇനിയും കാലങ്ങൾ കഴിയും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളി പണിയണം, അമ്പലം പണിയണം, പ്രതിമ ഉണ്ടാക്കണം, അത് കഴിഞ്ഞ് അരിക്കൊമ്പിന് അരി കൊടുക്കണം, അങ്ങനെ കുറേ ആഗോള പ്രശ്നങ്ങളുണ്ട്. ആകെ ഈ മേഖലയിൽ ചെയ്തത് AI ക്യാമറ വെച്ച് എങ്ങനെ ഖജനാവ് നിറയ്ക്കാം എന്നതാണ്. അല്ലാതെ പ്രൊഡക്റ്റീവായ ഒരു മൂവ്മെൻറ്റോ ചർച്ചയോ ആവശ്യമായ രീതിയിൽ നടക്കുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള ലോകം വേറെ ലെവലിൽ സഞ്ചരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് ആളുകൾ ആ ലോകത്ത് ജോലി ചെയ്യുന്നവരാണ്. വരും വർഷങ്ങളിൽ ഇവരിൽ വലിയൊരു വിഭാഗം ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വരും. അതുണ്ടാക്കുന്ന ഭീകരത നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അന്നെങ്കിലും നമ്മുടെ വാർത്തായിടങ്ങളിൽ, രാഷ്ട്രീയ ചർച്ചകളിൽ ഇതിനെപ്പറ്റി ആലോചിക്കാനെങ്കിലും തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? ഇത്രയും നേരം ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.
കാരണം നിങ്ങളുടെ ചിന്തകൾക്കും ബുദ്ധിക്കും അനുസൃതമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ന്യൂ ടെക്നോളജി എന്നിവയെക്കുറിച്ചുള്ള അപ് ടു ഡേറ്റ് വിവരങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.